എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ബോറടിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയട്ടെ. രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നല്ല ഉറക്കം കിട്ടണം എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ഉറക്കം കിട്ടിക്കഴിയുമ്പോഴാണ് രാവിലെ നമുക്ക് നല്ല ഫ്രഷായിട്ട് എഴുന്നേക്കാൻ പറ്റുക. കുറെ കൂടി ഉണർവോടെ ഊർജ്ജസ്വലതയോടെ നമുക്ക് എഴുന്നേക്കാൻ പറ്റണമെങ്കിൽ നല്ല ഉറക്കം കിട്ടണം. സമാധാനത്തോടെ നമുക്ക് കുറച്ച് ഉറങ്ങാൻ പറ്റണം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് വലിയ പാടാണ്. നമുക്കങ്ങനെ കിട്ടാറില്ല എന്നുള്ളതാണ്. ഉറക്കം ശരിയാവാറില്ല എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. നിങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും ഈ ഉറക്കത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് എന്താണ് ഇതിന്റെ പ്രശ്നം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ഫോണാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ബെഡിൽ ഉറങ്ങാൻ പോയാലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ ഈ ഫോണ് നോക്കിക്കൊണ്ടല്ലോ നമ്മളിങ്ങനെ കിടക്കാറ് ഉറങ്ങാൻ വേണ്ടി പോയാലും. ഇത് തന്നെയാണ് നമ്മുടെ നല്ല ഉറക്കം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. മാനസികമായ അസ്വസ്ഥതകളും ടെൻഷനും ഒക്കെ ഒരുപാട് കാരണങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ടെങ്കിലും അതൊക്കെ ചെറിയ പെർസെൻറ്റേജ് ആണ്. ഇതിന്റെ യഥാർത്ഥ കാരണം ഫോണിന്റെ ഉപയോഗം തന്നെയാണ് എന്നുള്ളതാണ്. ഉറങ്ങുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ഫോണിൽ നോക്കിയിരിക്കും. എന്നിട്ട് ഉറങ്ങില്ല. മണിക്കൂറുകളോളം ഇങ്ങനെ നിൽക്കും. 1 മണി 2 മണി വരെയൊക്കെ നമ്മൾ ഫോൺ നോക്കിയിരിക്കാറുണ്ട്. എപ്പോഴോ എന്നിട്ട് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവാറാണ് പതിവ്. ഈ ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നമ്മൾ ആദ്യം നിർത്തുക എന്നുള്ളതാണ്. അത് നിർത്തിയ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഏകദേശം ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഫോണിൻ്റെ എല്ലാ പരിപാടിയും ഞാൻ നിർത്താറുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറെ കൂടി എനർജറ്റിക് ആയിട്ടും ഊർജ്ജസ്വലതയോടെയും ഫ്രഷായിട്ടും എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറക്കമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്രമം നൽകുക എന്ന് പറയുന്നത് ഇതൊരു മെഷീൻ തന്നെയാണ്. അതിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. ഈ ഉറക്കമില്ലായ്മ കൊണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും ആയുസ്സും നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. പല ജീവിതശൈലി രോഗങ്ങളും നമ്മളെ തേടി എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം കൃത്യമായ ഉറക്കമില്ലായ്മയാണ്. അതുപോലെ തന്നെ ഹൃദ്രോഗത്തിന് കാരണമാകുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഉറക്കം കൃത്യമായ രീതിയിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, പൊണ്ണത്തടി, മറ്റ് പല പ്രശ്നങ്ങൾ, ആയുസിന്റെ ദൂരം കുറയാൻ ഇതൊക്കെ കാരണങ്ങളാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ജീവിതമുണ്ട്, നമുക്ക് കിട്ടിയ ഒരു ശരീരമുണ്ട്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാറുള്ളത്, ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഈ ഫോണിന്റെ കലാപരിപാടികളൊക്കെ പൂർണ്ണമായിട്ടും നിർത്തിവെക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ചെയ്യാറുള്ളത്, എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ആക്ടിവിറ്റീസ് അത് ചെയ്യുക. ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഫോണിന്റെ പരിപാടികളൊക്കെ മാറ്റിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ മോൻ്റെ കൂടെ അല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഇരുന്ന് മറ്റെന്തെങ്കിലും സംസാരിക്കാറാണ് ഇപ്പോൾ പതിവ്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് പല പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റും. ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറങ്ങുന്നത് വരെ ഫോൺ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉറക്കത്തെ പൂർണ്ണമായിട്ടും ബാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഉറക്കം എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഈ ഘട്ടങ്ങളെ കുറിച്ചൊക്കെ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കുക. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഈ 4 ഘട്ടങ്ങളും വളരെ കൃത്യമായ രീതിയിൽ കടന്നു പോകുമ്പോഴാണ് നല്ല ഉറക്കം നമുക്ക് സാധ്യമാകുന്നത്. അതിനെന്ത് വേണം? അതിന് ഉറക്കത്തിലേക്കുള്ള ആ ഒരു തുടക്കമുണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് റെഡിയാക്കാൻ പറ്റണം. അപ്പോൾ ഉറക്കത്തിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് നമ്മുടെ മനസ്സെന്തായിരിക്കണം? വളരെ ക്ലിയർ ആയിരിക്കണം. ഫോണ് ഞാൻ ശരിക്കും ബെഡ്റൂമിലേക്ക് ഇപ്പോൾ ഫോൺ കൊണ്ടുപോകാറില്ല. എനിക്കൊരു വർക്കിംഗ് റൂം ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫോൺ അവിടെ വെക്കും. അതിനുശേഷം പിന്നെ നമ്മൾ കിടന്നുറങ്ങാൻ പോകുമെന്നുള്ളതാണ്. ഇത് നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിന്റെ ചില ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്, നമ്മുടെ ആയുസ്സിനെ നശിപ്പിക്കുന്നത്. അപ്പൊ ഈ ടെക്നോളജിയൊക്കെ നല്ലത് തന്നെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകമാണ് ഫോൺ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഫോണിലൂടെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ വരുമാനവും പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടാവുക. എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് നേരെ തിരിഞ്ഞു കുത്തുന്ന ഒരു നിമിഷമുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കരുത്. മാത്രവുമല്ല, രാത്രി ഉറങ്ങുന്ന സമയത്ത്
ഏറ്റവും നല്ലത് നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മുടെ പാർട്ട്ണറോടൊപ്പം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നിട്ട് വളരെ മനസ്സമാധാനത്തോടെ സ്വസ്ഥതയോടെ ശാന്തമായിട്ട് കിടന്നുറങ്ങുക. ആ ഉറക്കത്തിന്റെ 4 ഘട്ടങ്ങളും വളരെ മനോഹരമായിട്ട് കടന്നു പോവുക. ഒരു പ്രാരംഭഘട്ടമുണ്ട്, അതിനുശേഷം ഡീപ്പായിട്ടുള്ള ഒരു ഉറക്കമുണ്ട്, പിന്നീട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുന്ന സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്ന നിമിഷമുണ്ട്. അങ്ങനെ വിവിധ ഘട്ടങ്ങളാണ് അതിനുള്ളത്. ഇതൊക്കെ കടന്നു പോകണമെങ്കിൽ ആ ഉറക്കത്തിന്റെ തുടക്കം എന്തായിരിക്കണം? സ്വസ്ഥമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റണം. ഈ ഫോണ് നമ്മൾ നോക്കിക്കൊണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ആ ഉറക്കത്തിന്റെ ആ ഒരു ഘടന നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല. നമുക്ക് കൃത്യമായ രീതിയിൽ ആ ഉറക്കം രൂപപ്പെടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, രാത്രിയിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും, ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോണൊക്കെ മാറ്റിവെച്ച് ഉറക്കത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുക. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. ഒരായുസിന്റെ 1/3 ഭാഗം ഉറങ്ങിത്തീർക്കാനുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ആ ഉറക്കം കൃത്യമാക്കുന്നത് എന്തിനാണ്? ബാക്കിയുള്ള സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ക്രിയാത്മകമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ കൂടുതൽ കരുത്തോടെ, കൂടുതൽ കോൺഫിഡൻസോട് കൂടി, കൂടുതൽ ആക്റ്റീവായിട്ട്, എനർജറ്റിക് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഈ ഉറക്കച്ചടപ്പൊന്നും നമുക്ക് ഉണ്ടാവരുത്. ഉത്സവ പറമ്പിലൊക്കെ പോയിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അന്നത്തെ ദിവസം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അല്ലേ? വൈകുന്നേരം വരെ വീണ്ടും കിടന്ന് ഉറങ്ങും നമ്മൾ. അതാണ് അവസ്ഥ. അപ്പോൾ ഉറക്കം നമുക്ക് തരുന്ന എനർജി വളരെ വലുതാണ്. നമ്മളെ റിഫ്രഷ് ചെയ്യുകയാണ്. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ സംഭവിച്ച കേടുപാടുകളൊക്കെ മാറ്റുന്നത് നമ്മുടെ ഈ ഉറങ്ങുന്ന സമയങ്ങളിലാണ്. അപ്പൊ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെന്ത് വേണം? നമ്മൾ നല്ല അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുക എന്ന ഒരു പ്രധാന ദൗത്യമുണ്ട് നമുക്ക്. അതുകൊണ്ട് ഫോണിന്റെ ഉപയോഗം ഇന്നു മുതൽ നമ്മൾ എല്ലാവരും നിർത്തിവെക്കുന്നു. എത്രത്തോളം നിങ്ങളത് സ്വീകരിക്കും, ഉൾക്കൊള്ളും എന്നറിയില്ല. എങ്കിലും നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് നമ്മളതിനെ കൈകാര്യം ചെയ്യുക. എല്ലാവർക്കും അതിനെ കഴിയട്ടെ. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.